ഹായ് ഗൈസ്, കാറ്റത്തെ കിളിക്കൂട് പ്രൊമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാത്രി പതിവ് പോലെ ദോശയുണ്ടാക്കി സുഭാഷ് ഹരീഷിനും നികേഷിനും ഭാസ്കരനും വിളമ്പി. അവർ കഴിക്കാൻ തുടങ്ങുമ്പോൾ നികേഷ് സങ്കടത്തോടെ പറയുന്നത്, ഈ വീട് വീണ്ടും നരകമായി സുഭാഷേട്ടാ. സാരല്ല, അതാണ് വിധിയെന്ന് സമാധാനിച്ചാൽ മതിയല്ലോ എന്ന് പറയുമ്പോൾ സുഭാഷിനും വിഷമമാവുന്നു. പിന്നീട് സുധീഷ് നിധിയുടെ ഹോസ്റ്റലിൽ പോയി നിധിയെ കാണുന്നുണ്ട്. എത്ര മാപ്പ് പറഞ്ഞിട്ടും സത്യം ബോധ്യപ്പെടുത്തിയിട്ടും നിധി സുധീഷിനെ മനസ്സിലാക്കാൻ കൂട്ടാക്കുന്നില്ല. ഇങ്ങനെയുള്ള തട്ടിപ്പ് പരിപാടികൾ നിർത്തണം, മേലാൽ എന്നെ കാണാൻ ഇവിടെ വരാതിരിക്കണം, എന്നിട്ട് ആലോചിക്കാം മാപ്പിനെ പറ്റി എന്ന് പറയുന്നുണ്ട് നിധി. അങ്ങനെ നിധി ഹോസ്റ്റലിലേക്കും സുധീഷ് തിരിച്ചു വീട്ടിലേക്കും പോകുന്നു. അതേസമയം ചായക്കടയിൽ സുനന്ദയുടെ അമ്മാവനും ഭാസ്കരനുമായി ഏറ്റുമുട്ടുന്നു. ഭാസ്കരന്റെ മരുമകൾ പോയി, അവിടെ പെണ്ണ് വാഴില്ല എന്നൊക്കെ കടക്കാരൻ രാജേട്ടനോട് അമ്മാവൻ പറയുമ്പോൾ ഭാസ്കരൻ ചൂടായി അമ്മാവന്റെ കൈ പിടിച്ച് കടയുടെ പുറത്തിറക്കി, നിന്റെ മരുമകൾ അവളുടെ കല്യാണ തലേന്ന് എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ മകനെ മാത്രമേ താലി കെട്ടൂ എന്ന ഒറ്റക്കാലിൽ നിന്ന് വാശി പിടിച്ചത് ഇവിടെ എല്ലാവരോടും വിളിച്ചു പറയട്ടോ ഞാൻ എന്ന് ചോദിക്കുന്നു ഭാസ്കരൻ. അത് കേട്ട് അമ്മാവൻ ഒന്നടങ്ങി. പിന്നീട് നികേഷ് ഇരിക്കുമ്പോൾ സുധീഷ് പതുക്കെ അടുത്തുകൂടി അവൻ്റെ ദേഷ്യം മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. അന്നേരം നികേഷ് പറയുന്നത്, നിങ്ങളെ കാണുമ്പോൾ തന്നെ എനിക്ക് ദേഷ്യം വരിക, നിങ്ങൾക്ക് നിങ്ങളെപ്പറ്റി മാത്രമേ വിചാരമുള്ളൂ എന്ന് പറഞ്ഞ് സുധീഷിനെ വഴക്കു പറയുന്നുണ്ട്. നിധിയാണെങ്കിൽ സുഭാഷിനെ ഫോണിൽ വിളിക്കുന്നു. നിനക്ക് എപ്പോൾ വേണമെങ്കിലും വീട്ടിലേക്ക് വരാം നിധി, എന്തു കാര്യമുണ്ടെങ്കിലും ഒരു വിളിപ്പുറത്ത് സുഭാഷേട്ടനുണ്ട് എന്ന് പറയുമ്പോൾ സ്വന്തം ഏട്ടനിൽ നിന്നും കിട്ടാത്ത സ്നേഹവും അതിനേക്കാളും കൂടുതലായും സുഭാഷേട്ടൻ്റെ കയ്യിൽ നിന്നും കിട്ടുന്നുണ്ടല്ലോ എന്നോർത്ത് നിധി നിൽക്കുന്നു. ഇതൊക്കെയാണ് പ്രമോ ആയി കാണിച്ചത്. പ്രമോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡിൻ്റെ പ്രമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുക.